Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, അപ്പൊ നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ളൊരു ചാപ്റ്ററിന്റെ ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കഴിയാണ്. ചെറിയൊരു പോർഷനും കൂടി ഉള്ളു ഇനി. ഓക്കെ, അപ്പൊ നമുക്കത് എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ചെറിയ കോൾഡിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് നടക്കുന്നു. തുമ്മലൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ദാറ്റ് ഈസ് ഇമേജ്. ഇമേജിന്റെ പൂർണ്ണരൂപമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ഇനി എന്താണ് ഇമേജ് നോക്കാം. നിങ്ങൾ ആരെങ്കിലും ഇതിക്ക് വേണ്ടി കേട്ടിട്ടുണ്ടോ? ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ഇമേജ് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കാൻ പറഞ്ഞായിരുന്നോ? ഇമേജിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? നിങ്ങളോടാണോ കഴിഞ്ഞ ബാച്ചിലാണോ എന്നൊരു ഡൗട്ട്. നിങ്ങളോട് തന്നെയാണോ പറഞ്ഞത് ഇമേജ്? യെസ്. എന്നിട്ട് നോക്കിയായിരുന്നോ ഇമേജ്? എത്ര പേര് നോക്കിയോ? സെർച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ. നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പറയിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. Image associate with all modern medicine healthcare establishment in both private and government like hospital based on their bedspread, clinics based on number of rooms facilities, labs based on diagnostic facilities, dental clinic based number of dental chairs. Nominal non-returnable fee is being charged in the time of affiliation. ഓക്കെ, അപ്പോ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. അത് പ്രൈവറ്റിലും ഗവൺമെന്റ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബേസ്ഡ്, അതിന്റെ ഹോസ്പിറ്റലിന്റെ ബെഡ് സ്ട്രെങ്ത്തും ക്ലിനിക്കുകളും അതുപോലെ തന്നെ ലബോറട്ടറിയിലും അങ്ങനെയുള്ളതിലൊക്കെയാണ് നമ്മൾ കൂടുതൽ. സ്ക്രീൻ കാണുന്നുണ്ട് എല്ലാവർക്കും? സ്ക്രീൻ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, ഹംസിയ എന്ത് പറ്റി? റേഞ്ചിന്റെ ഇഷ്യൂ ആണോ? ഒന്നുകൂടി ഒന്ന് ജോയിൻ ചെയ്യാമോ? നോക്കിക്കോളൂ കേട്ടോ ഒന്നുകൂടി. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്? ഓക്കെ. അപ്പോ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പറഞ്ഞു, ബയോമെഡിക്കൽ മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോ ലാബ്, അതിന് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റികൾ, അങ്ങനെയുള്ള ഏരിയകള്, ഡെന്റൽ ക്ലിനിക്കുകൾ, അങ്ങനത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് നമ്മൾ പറഞ്ഞത് റിട്ടേണബിൾ ഫീ ഈസ് ബീങ് ചാർജ്ഡ്. അതായത് ഇപ്പോ ലാബുകളെ അടിസ്ഥാനമാക്കിയും അല്ലെങ്കിൽ അവർക്കൊരു റിട്ടേണബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഇതിന് ഈടാക്കുന്നുണ്ട്. ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നോക്കാം. The operating expense being met by charging a nominal monthly fee as operational cost declared for category HCI, എന്താണ്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇമേജിനെ പറ്റിയാണ് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കാം. Image was started at പാലക്കാട്. പാലക്കാടാണ് ഇമേജ് എന്നുള്ളൊരു പദ്ധതി ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്തത്. And it was commissioned on 14th December 2003. ഇമ്പോർട്ടന്റ് ആണ് ഇയർ. ഇമേജ് ഡിസംബർ 14, 2003 സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ പാലക്കാടിലാണത് ഫസ്റ്റ്ലി സ്റ്റാർട്ട് ചെയ്തത്. The image plan has been working successfully from January 2004. ഡിസംബർ 14, 2003 ഇത് കമ്മീഷൻ ചെയ്തത്. 2004 അത് വർക്കിംഗ് ആയി തുടങ്ങിയത്. It has been providing committable service to the state since information image that thereby guarantees scientific removal of infectious waste generated from healthcare institution across Kerala.
കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള ഇൻഫെക്ഷൻസ് വേസ്റ്റുകളും മറ്റും ശേഖരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് വിളിക്കുന്നത്. Then within 48 hours ഇത് അവൈലബിൾ ആണ്. In line with the provision laid down the biomedical waste management rules 2016. Important ആണ്. 2003 2016 അതായത് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ വന്നതാണ് 2016. അതുപോലെ തന്നെ ഇമേജ് നിലവിൽ വന്നത് 2003 ഡിസംബർ 14. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. Rules released by Ministry Environment and Forest Government of India. അപ്പോ ഈ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ഒരു മാനേജ്മെന്റ് റൂൾസ് 2016 നിലവിൽ വന്നത്. ഓക്കെ, എന്താണ് ഇമേജ് എന്നൊരു ഐഡിയ കിട്ടിയോ? നിങ്ങൾ നോക്കി കാണുന്നു ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇമേജ് എല്ലാവരും നോക്കി വന്നിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിയായിരുന്നു ഇമേജ്. നോക്കിയോ? ആരും നോക്കിയില്ല? യെസ്, ഓക്കെ. അപ്പോ ഇമേജ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറയണമെങ്കിൽ എന്താണ്, ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിനായിട്ടുള്ള ഒരു കേരളത്തിലൊരു പദ്ധതിയാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും അതിന്റെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ പ്രത്യേകം കളർ കോഡുള്ള കണ്ടെയ്നേഴ്സിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ് വേർതിരിക്കുന്നതിനും ആശുപത്രികളിൽ നിന്നും അത് വേർതിരിച്ച് ഇങ്ങനെ സെപ്പറേറ്റഡ് കളർ കോഡുള്ള കണ്ടെയ്നേഴ്സിൽ വേർതിരിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, അതിന്റെ പ്രോസസ്സുകളും അതൊക്കെ ചെയ്യുന്നതാണ് ഈ ഇമേജ് എന്നുള്ള പദ്ധതി കൊണ്ടിരിക്കുന്നത്. നോക്കാം. All government healthcare institutions under Directorates of Health Service Kerala and Directorate of Medical Education of Kerala beneficiary of the special scheme of image by which they are spared from paying affiliation fees and are made eligible for service from image at subsidious rate. അതായത് ഓൾ ഗവൺമെന്റ് ഹെൽത്ത് കെയർ അല്ലെ, അതായത് ഡയറക്ടേഴ്സ് ഓഫ് ഹെൽത്ത് സർവീസ് കേരള ആൻഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള അല്ലെ, ഈ അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾക്കാണ് ഈ ഇമേജ് ബെനിഫിറ്റ് ആയിട്ട് ഉള്ളത്. എന്ന് വെച്ചാൽ അതിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലാണ് ഇമേജ് എന്നുള്ളൊരു പദ്ധതി നടത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, അതിലൂടെ അഫിലിയേറ്റ് നൽകുന്നതിലൂടെ അവർക്ക് ഫീസും അതുപോലെ തന്നെ ഒരു സബ്സിഡിയറി റേറ്റിലുള്ളതാണ് നമുക്ക് അവിടെ ഈ ഒരു പദ്ധതിക്ക് മീൻസ് ഈ മാലിന്യം നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ളൊരു ചില ഒരു സബ്സിഡിയറി റേറ്റിലാണ് അത് കൊടുക്കുന്നത്, ഈ പദ്ധതിയിൽ ചെയ്യുന്നത്. ഇനി ബയോമെഡിക്കൽ വേസ്റ്റിൽ ഓരോന്നും എത്ര പെർസെന്റേജ് ആണ് ഓരോ മാലിന്യങ്ങളും ഉൾപ്പെടുന്നതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. On an average, about 55.8 tons biomedical waste arrived at image. നമ്മൾ ഒരു എന്താ പറയുന്നത്, ദിവസത്തില് ഒരു ഏകദേശം ഒരു 55.8 ടൺസ് ആണ് ഇമേജിലൂടെ നമ്മൾക്ക് ഡെയിലി ഒരു ആ പ്ലാന്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു 55.8 ടൺസ് ആണ് ടോട്ടലി വേസ്റ്റ് വരുന്നത്. അതില് 30.5% ഇൻസിനറബിൾ വേസ്റ്റ് ആണെന്ന്. അതായത് ഈ യെല്ലോ ബാഗ്സിൽ വരുന്ന കത്തിച്ചിട്ടുള്ള വേസ്റ്റുകളില്ലേ, കത്തിച്ചിട്ടുള്ള അതിന്റെ അവശിഷ്ടങ്ങളും ചാരങ്ങളുമാണ് ഒരു 30.5 ടൺ വരുന്നത്. 19 ടൺസ് ഓട്ടോക്ലേവ് ആയിട്ടുള്ള വേസ്റ്റുകൾ റെഡ് ബാഗിൽ വരുന്നത് 19 ടൺസും അതുപോലെ തന്നെ ഒരു 5 ടൺസ് ആണ് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കുപ്പികളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ. 0.7 ടൺ ഷാർപ്പ് വേസ്റ്റുകളാണ് 0.7 വരുന്നത്. അതുപോലെ തന്നെ മെറ്റൽസ് 0.6 ഡിസ്കാർഡ് മെഡിസിൻസ്, ഡൈലി കഴിഞ്ഞ മെഡിസിൻസും മറ്റും. ദിസ് വേസ്റ്റ് ഈസ് ഗാതേർഡ് ഫ്രം ഓൾ 30,000 healthcare centers across the state of Kerala within 24 hours of its generation. അതായത് ഒരു 13,000 കൂടുതലുള്ള ഹെൽത്ത് കെയർ സെന്ററുകളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന 24 മണിക്കൂറിനുള്ളിലാണ് ഇത്രയും ടൺസ് വേസ്റ്റുകൾ നമ്മൾ ഈ ഒരു ഇമേജ് ശേഖരിക്കുന്നത്. ആണ് ഇമേജ് എന്നുള്ളത്. ജസ്റ്റ് എന്താണ് ഇമേജ് എന്നുള്ളത് ക്ലിയർ ആയോ? അതായത് മെഡിക്കൽ മാലിന്യങ്ങളെ സംസ്കരിക്കാനായിട്ടുള്ള ഒരു പദ്ധതി അല്ലെ. നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ സംസ്കരിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്താണ് ആ പദ്ധതി? ഹരിതകർമ്മ സേനയുടെ അല്ലെ. ആണോ? നമ്മൾ പ്ലാസ്റ്റിക്കുകൾ കൊടുക്കാറില്ലേ? അവർക്ക് കൊടുക്കാറുണ്ടോ അല്ലെ? എല്ലാ മാസവും അവർ വന്ന് കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലത്തെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റുകളെ സംസ്കരിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് വിളിക്കുന്നത്.
ക്ലിയർ ആയോ? നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് കുറച്ച് സിമ്പിൾസ് ആണ് കേട്ടോ. അതായത് എന്താണ് കുറച്ച് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസ് ആണ്. ഫസ്റ്റ് സിമ്പിൾ നോട്ട് ചെയ്യുന്നത് ബയോഹസാർഡ്സ് മീൻസ് ജൈവ അപകടങ്ങള്. സൈറ്റോടോക്സിക് സിമ്പിൾസ് നോക്കണം കേട്ടോ. സൈറ്റോടോക്സിക്സ് എന്ന് പറഞ്ഞാൽ വിഷാംശമായിട്ടുള്ള മാലിന്യങ്ങള്, അതുപോലെ തന്നെ വായു ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി, കോഷൻ മീൻസ് കീമോതെറാപ്പി ചെയ്യുന്ന ഒരു ഏരിയ, അങ്ങനെയുള്ള ഒരു സെക്ഷനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇമേജ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇമേജ് വായിച്ചോളൂ. ഇമേജില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ആ സ്റ്റാർട്ടിംഗ് ഡേറ്റ് December 14, 2003. ദെൻ ബയോ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത് ടോട്ടലി എത്ര ടണ്ണാണോ വരുന്നതെന്നാണ്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഏകദേശം ഓരോ എത്ര ടൺസ് വീതമാണ് ഓരോ ഐറ്റംസും ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ വരുന്നതെന്നാണ് കേട്ടോ. സിമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കണേ. ഓരോ സിമ്പിൾസും എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഒരു ത്രികോണം ഷേപ്പിലാണ് നിൽക്കുന്നത് സൈറ്റോടോക്സിക്, 3 വളയങ്ങളുള്ളത് ബയോഹസാർഡ്സ്. അങ്ങനെ കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. എക്സാമിന് ചോദിച്ചാൽ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിയുന്ന ഓരോ സിമ്പിൾസ്. ലാസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. എന്തൊക്കെയാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ കാര്യങ്ങളിൽ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഷുവർ ചെയ്യേണ്ട കാര്യങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ശ്രദ്ധിക്കേണ്ടത് ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. Every hospital must have well-defined awareness and training program for all the category of personnel concerning BMW. In the BMW, biomedical waste in the short form ആണ് കേട്ടോ BMW. ഓക്കെ, അപ്പോ ഫസ്റ്റ് വൺ പറയുന്നത് ഓരോ ഹോസ്പിറ്റലുകളിലും അല്ലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഭാഗത്തിലുമുള്ള സ്റ്റാഫുകൾക്ക്, ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സും ഒരു ബോധവൽക്കരണവും അതിന്റെ ഒരു പരിശീലനം
പരിപാടികളും എന്ത് വേണം ഉണ്ടായിരിക്കണം. കാരണം എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസും മറ്റും വരുന്ന കാര്യങ്ങളും അതിനെ കുറിച്ച് എന്ത് വേണം, ഒരു അവയർനെസ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസുകളോ അറേഞ്ച് ചെയ്യുക. ഇതാണ് ആദ്യം തന്നെ മാനേജ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെ? Second one, training has to be given suitable language in a manner that is acceptable. Each hospital should set up a hospital waste management committee. അല്ലെ? അതായത് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം ട്രെയിനിങ് നൽകേണ്ടത്, അല്ലെ? ഓരോ ആശുപത്രിയിലും അതുപോലെ തന്നെ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം. അപ്പൊ ആ കമ്മിറ്റിയിലായിരിക്കണം എത്രത്തോളം വേസ്റ്റ് അവർ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഒരു വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ട്രെയിനിങ് കറക്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം ട്രെയിനിങ് നൽകേണ്ടത്. Third point, this committee should be liable for making hospital-specific action plan for hospital waste management and its supervision, monitoring and implementation. ഇപ്പൊ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞു, അല്ലെ? ആ കമ്മിറ്റി എന്താണ് ചെയ്യുന്നത്, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ അതിന് അനുസരിച്ചിട്ടുള്ള വാർഷിക റിപ്പോർട്ടുകളും, അല്ലെ, പ്ലാൻ മീൻസ് ആക്ഷൻ റിപ്പോർട്ടുകളും, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആശുപത്രി പ്രവർത്തനങ്ങൾ, അല്ലെ, ഒരു പ്ലാനിങ് വാർഷിക റിപ്പോർട്ട്, സോറി അടുത്ത പോയിന്റ് ആണ് കേട്ടോ. പ്ലാനിങ് കമ്മിറ്റി അപ്പൊ എന്ത് ചെയ്യണം, അതായത് സംസ്കരണത്തിനും മേൽനോട്ടൊക്കെ വഹിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, ഈ നമ്മൾ പറഞ്ഞു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ, അല്ലെ, ഇപ്പൊ പ്ലാൻ ഫോർ ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ വേണ്ടിക്കൊണ്ടുള്ള പ്രവർത്തന പദ്ധതികളും തയ്യാറാക്കണം. ഈ ഒരു കമ്മിറ്റി തയ്യാറാക്കിയിട്ട് കമ്മിറ്റി ചെയ്യേണ്ടത് ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക, അതിന് സൂപ്പർവിഷൻ ചെയ്യുകയും മോണിറ്ററൈസിംഗ് ചെയ്യുകയും ചെയ്യുക. ഫോർത്ത് പോയിന്റ് നോക്കാം. The yearly reports accident needed as required under BMW rules should be submitted to the concerned authorities as in keeping ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് ഫോർമാറ്റ്. അതുപോലെ തന്നെ, അല്ലെ, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ഇപ്പോ റൂൾസുകൾ, അതുപോലെ തന്നെ ഇപ്പോ എന്താണ് ഈ റിപ്പോർട്ട്സ് ആക്സിഡന്റ് മീൻസ് ഇപ്പോ അപകടങ്ങളും അല്ലെങ്കിൽ അതിന്റെ വാർഷിക റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പദ്ധതി ചെയ്യുന്നതിനൊക്കെ തന്നെ അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ അതിനെ സംബന്ധിച്ചിട്ടുള്ള വാർഷിക റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ എന്താണ് അപകടങ്ങളോ അല്ലെങ്കിൽ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് അധികാരികളെ എന്ത് ചെയ്യുക, സമർപ്പിക്കുക. ആ റൂൾസ് കാര്യങ്ങളും അധികാരികളെ എത്തിക്കണം. ആ റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് അതിന്റെ ഇൻചാർജ് ആർക്കാണോ ആ അധികാരികളെ എന്ത് ചെയ്യുക, ഏൽപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? 4 പോയിന്റും ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങളത് വായിച്ചു നോക്കിക്കോളൂ. 4 പോയിന്റ് വായിച്ചു നോക്കാം. സമയത്തെങ്കിലും വായിച്ചുകൊണ്ട് കുഴപ്പമില്ല. ഓരോ പോയിന്റ് വായിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കാം. BMW എവിടെയെങ്കിലും ഒരു സൈഡിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് എഴുതി വെച്ചോളൂ. BMW വായിച്ചു പോകുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് തന്നെ വായിച്ചു പോണേ, കാരണം മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മള് ഇൻസിനറേഷൻ ടെക്നോളജി ഓട്ടോക്ലേവിന്റെ ഒക്കെ നോട്ട് എഴുതിയായിരുന്നോ? എഴുതിയോ? എഴുതിയിട്ടില്ല? ഓക്കെ ഓക്കെ, വായിച്ചോളൂ വായിച്ചോ.
4 പോയിന്റ്സ് വായിക്കണം കേട്ടോ. വായിക്കുക. അതിന്റെ 3rd പോയിന്റ് ആണ്. തേർഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പിന്നെ പറയുന്നത് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അതിന്റെ മേൽനോട്ടത്തിനും അല്ലെ, അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടത്തിനും അതുപോലെ തന്നെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ, പ്ലാറ്റ്ഫോം ഹോസ്പിറ്റൽ ആശുപത്രിയുടെ പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കുന്നതിന് എന്ത് വേണം, ആ കമ്മിറ്റി ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. പ്രവർത്തനങ്ങളും ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ എന്താണ് കമ്മിറ്റിയുടെ ഒരു മേൽനോട്ടവും അതുപോലെ നിർവഹണവും അതിന്റെ പ്രവർത്തനങ്ങളും ഈ കമ്മിറ്റി ആയിരിക്കണം നടത്തുന്നത്. കംപ്ലീറ്റായി വായിച്ചില്ലാവരും അടുത്തൊരു ചെറിയൊരു 3 പോയിന്റുകൾ 4 പോയിന്റ് കൂടി പറയാനുള്ളൂ. ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് മെഷേഴ്സ് ഓഫ് വേസ്റ്റ് മിനിമൈസേഷൻ. മാലിന്യങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ മെഷേഴ്സ് ആണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. പോയിന്റ് ആയിട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. മെഷേഴ്സ് ഓഫ് വേസ്റ്റ് മിനിമൈസേഷൻ നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ആസ് ഫാർ ആസ് പോസിബിൾ പർച്ചേസ് ഓഫ് റിയൂസബിൾ ഐറ്റംസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഷുഡ് ബി പ്രൊമോട്ടഡ്. അല്ലെ, അതായത് കഴിയുന്നിടത്തോളം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് ഗ്ലാസും അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ടൈപ്പ് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാൻ. മീൻസ് ഗ്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ കൂടുതൽ വാങ്ങിക്കുന്നത് വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും, വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. Then second one, choose non-PVC plastic items. PVC ടൈപ്പ് അല്ലാത്ത തരത്തിലുള്ള കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് യൂസ് ചെയ്യാം. Then third point, adopt procedures and policies for genuine management of waste product produced. അല്ലെ, അതായത് ഉത്പാദിപ്പിക്കുന്ന മാലിന്യത്തിന്റെ അളവ് എന്താണ്, മാലിന്യത്തിന്റെ ഉത്പാദിപ്പിക്കുന്ന ഒരു മാലിന്യം അല്ലെ, അഡോപ്റ്റ് പ്രൊഡ്യൂസർ ആൻഡ് പോളിസീസ്, മാലിന്യത്തിന്റെ യഥാർത്ഥ ഒരു നയങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നത്. ഇപ്പൊ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് യഥാർത്ഥമായിട്ടുള്ള എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ നടപടികൾ സ്വീകരിച്ചിട്ട് വേണം ഈ വേസ്റ്റ് മാനേജ്മെന്റിന്റെ പ്രോസസ്സ് ചെയ്യുവാൻ. ലാസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് ഇഫക്റ്റീവ് ആൻഡ് സൗണ്ട് recycling policy for plastic recycling and contact with authorized manufacturers. ഇപ്പോ പ്ലാസ്റ്റിക്കിലൊക്കെ റീസൈക്കിൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക മാനുഫാക്ചറിംഗ് കമ്പനികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ള ഒരു പുനരുപയോഗം വീണ്ടും അത് റീസൈക്ലിംഗ് പ്രോസസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് 4 പോയിന്റ്സ് വരുന്നത്. 4 പോയിന്റ്സ് കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കോളും. എന്നിട്ട് നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സ് കുറച്ച് എഴുതാനുണ്ട്, അതൊന്ന് എഴുതാം. ഫസ്റ്റ്ലി 4 പോയിന്റ് എഴുതിക്കോളൂ, എന്നിട്ട് നമുക്ക് ശേഷം എഴുതാം. വായിച്ചു കഴിഞ്ഞവരൊന്ന് നോട്ട്ബുക്ക് എടുത്തോളൂ, നോട്ട്ബുക്ക് എഴുതി കൊടുക്കണേ. എടുത്തെല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ?
ഒരു ഹെഡിങ് പോലെ കൊടുത്തോളൂ, ഡിസ്പോസൽ മെത്തേഡ്സ്. ഡിസ്പോസൽ മെത്തേഡ്സ് ഹെഡിങ് ആയിട്ട് കൊടുത്തോളൂ, ഡിസ്പോസൽ മെത്തേഡ്സ്. എഴുതി തുടങ്ങി എല്ലാവരും? സ്റ്റാർട്ട് ചെയ്തോ? ഡിസ്പോസൽ മെത്തേഡ്സ്. ഫസ്റ്റ് വൺ കൊടുക്കുക, സൈഡ് ആയിട്ട് 1 എന്ന് കൊടുക്കുക, എന്നിട്ട് എഴുതിക്കോളൂ ഇൻസിനറേഷൻ ടെക്നോളജി. സ്പെല്ലിംഗ് നോക്കി എഴുതിക്കോളൂ കേട്ടോ. ഇൻസിനറേഷൻ ടെക്നോളജി. ഇൻസിനറേഷൻ ടെക്നോളജി ഹെഡിങ് കൊടുക്കുക, താഴെ എഴുതി തുടങ്ങിക്കോളൂ. ബേണിംഗ് കത്തുക എന്നുള്ള മീനിങ്. ബേണിംഗ് ഹസാർഡ് മെറ്റീരിയൽസ്. Burning hazardous materials. At a high temperature, burning hazardous material at high temperature enough to destroy contaminant. Enough to destroy contaminants. Contaminants. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? ഒന്നുകൂടി വായിക്കാം. ഇൻസിനറേഷൻ ടെക്നോളജി. ബേണിംഗ് ഹസാർഡ്സ് മെറ്റീരിയൽസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇനഫ് ടു ഡിസ്ട്രോയ് കണ്ടാമിനൻസ്. ഓക്കെ. സെക്കൻഡ് വൺ ഓട്ടോക്ലേവിംഗ്. രണ്ടാമത് ഓട്ടോക്ലേവിംഗ് എഴുതുക. അറിയാൻ പാടില്ലാത്ത മക്കളെ ഷോർട്ടാക്കി തരുന്നുള്ളൂ കേട്ടോ. എല്ലാവരും എഴുതണ്ട. ഓട്ടോക്ലേവിംഗ് എഴുതിക്കോളൂ. The use of pressurized steam. Use of pressurized steam. The use of pressurized steam to kill steam. The use of pressurized steam to kill infectious agents. Autoclave. The use of pressurized steam to kill infectious agents. Infectious ആയിട്ടുള്ള ഏജൻസുകളെ നശിപ്പിക്കുന്നു നമ്മൾ പ്രഷറൈസ്ഡ് സ്റ്റീമിലൂടെ. ഒറ്റ വാക്കിൽ വായിക്കുമ്പോൾ മനസ്സിലാവണം. ഓക്കെ. നെക്സ്റ്റ് വൺ എഴുതിക്കോളൂ. മൈക്രോവേവ് ഇറിഡേഷൻ. ഹെഡിങ് ആണ് കേട്ടോ. മൈക്രോവേവ് ഇറിഡേഷൻ. Microwave irradiation. Is a form of electromagnetic
is a form of electromagnetic irradiation. It's a form of electromagnetic irradiation with mobile electric charges. With mobile electric charges. It's a form of electromagnetic irradiation with mobile electric charges. ഒന്നുകൂടെ പറയാം, micro irradiation is a form of electromagnetic irradiation with mobile electric charges. Chemical methods എഴുതണ്ടല്ല, കുറച്ചുള്ളത്. Then അടുത്തത് എഴുതിക്കോളൂ, പ്ലാസ്മ പൈറോളിസിസ്. പ്ലാസ്മ പൈറോളിസിസ് എഴുതിക്കോളൂ. It destroys, edikolo, plasma pyrolysis edikolo, it destroys waste in, it destroys waste in a safe and eco-friendly manner. A safe and eco-friendly manner. Plasma pyrolysis, it destroys waste in a safe and eco-friendly manner. In a safe and eco-friendly manner. Okay. Next one I follow inertization. 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 Inertization I follow mixing the waste. Mixing the waste. Mixing the waste with cement. With the cement. Cement add mix here. Mixing the waste with the cement and other substances before its disposal. Before its disposal. Inertization complete mixing the waste with the cement and other substance before its disposal. Complete ആയോ? നമ്മളുടെ ഡിസ്പോസൽ മെത്തേഡ്സ് ആണ് എഴുതിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും എഴുതിയതൊന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് വൺ ഒന്നുകൂടി പറയണോ? ലാസ്റ്റ് വൺ എന്തായിരുന്നു? മിക്സിംഗ് ദ വേസ്റ്റ് വിത്ത് സിമന്റ് ആൻഡ് അതർ സബ്സ്റ്റൻസസ് ബിഫോർ ഇറ്റ്സ് ഡിസ്പോസൽ.
എഴുതി എത്ര ഒന്ന് വായിച്ചു നോക്കിയെന്ന് എല്ലാവരും. ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണേ. ഇതൊന്ന് വായിക്കാം. എന്നിട്ട് ടെക്സ്റ്റ് എഴുതി കുറച്ചും കൂടി എഴുതാനുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സില്ല. ഇമേജിനെ കുറിച്ച് ഒന്ന് കുറച്ച് അത്യാവശ്യം എഴുതാനുണ്ട്. ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. അതെ, കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് പേഴ്സൺ. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ ഇനി നെക്സ്റ്റ് വൺ ഹെഡിങ് കൊടുത്തോളൂ. ഇമേജ്. ഇമേജ് ഇമേജ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഇമേജ്. ഇമേജ് ഹെഡിങ് കൊടുത്തല്ലോ അവര്. ഓക്കെ, ഇമേജിന്റെ താഴെ എഴുതിക്കോളൂ. അതിന്റെ ഫുൾ ഫോമായിട്ട് എഴുതാം. ഇനി പറയുന്നത് ഓരോ സ്റ്റാർ ഇട്ടോ പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊന്ന് എഴുതിയാൽ മതി കേട്ടോ. വരച്ച് മീൻസ് പാരഗ്രാഫ് ഒന്നും എഴുതണ്ട. ഞാൻ പറയുന്നത് ഓരോന്നും ഇങ്ങനെ ഡോട്ട് ഇട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എഴുതിട്ട് പോയിന്റ് ഔട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് ഒരു സ്റ്റാർ ഇട്ടോളൂ. എന്നിട്ട് അതിന്റെ ഫുൾ ഫോം എഴുതിക്കോളൂ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ഫസ്റ്റ് ഡോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. സെക്കൻഡ് പോയിന്റ് എഴുതാം. സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. അടുത്ത ഡോട്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഡോട്ട്. Commissioned on 14th December 2003. ഡിസംബർ 14, 2003 കമ്മീഷൻ ചെയ്തത്. നിലവിൽ വന്നത് സെറ്റപ്പ് എന്തെങ്കിലും കുഴപ്പമില്ല. കമ്മീഷൻഡ് ഓൺ സെറ്റപ്പ് ഓണോ അതിന് നിങ്ങൾ എഴുതിക്കോളൂ. ഡിസംബർ 14, 2003. നെക്സ്റ്റ് അടുത്ത ഡോട്ട് എഴുതാം. ബയോ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ. ഇതൊക്കെ ഒരു ഹൈഫൻ ഇട്ടിട്ട് 2016 2016 എഴുതാം. ഇപ്പൊ പറഞ്ഞതാണോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഒരു ഹൈഫൻ ഇടാം 2016 എന്നാണ് ആ റൂള് വന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ഡോട്ടായിട്ട് എഴുതിക്കോളൂ. ഇമേജ് എന്താണെന്നുള്ളത് ഒരൊറ്റ ഇതിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഡോട്ടിൽ എഴുതിക്കോളൂ. Image is responsible for image is responsible for the collection
transportation, treatment. Image is responsible for the collection, transportation, treatment, and safe disposal of biomedical waste. Image is responsible for the collection, transportation, treatment, and safe disposal of biomedical waste. Full stop ആണ്. Then അതിന്റെ ഒപ്പം തന്നെ എഴുതിക്കോളൂ. Generated only by the particular affiliated institution. കംപ്ലീറ്റ് ആണ് എഴുതി എല്ലാവരും. ഒരു ക്ലാസ് കൂടി ലാസ്റ്റ് വായിക്കുക. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി ചേർക്കാനുണ്ടെങ്കിൽ എഴുതി ചേർത്തോളൂ. Image is responsible for the collection, transportation, treatment, and safe disposal of biomedical waste generated only by the particular affiliated institution. Okay. Image എന്ന മൊത്തത്തിൽ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇമേജ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇമേജിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടാണ് നമ്മൾ എഴുതിയത്. ജസ്റ്റ് അത് വായിക്കുമ്പോ എന്താണ് ഇമേജ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ ആ ഇയർ ഇമ്പോർട്ടന്റ് ആണ്. 2016 അതുപോലെ തന്നെ ഇമേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇയർ ഡിസംബർ 14, 2003. ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമേജ്. ഇമേജിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സിംബൽസും ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് പഠിക്കാനുള്ള സിംബൽസ് മാത്രം ഒന്ന് പഠിക്കുക. എക്സ്ട്രാ പുറത്തുനിന്ന് ചോദിക്കാറില്ല. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇനി എന്തെങ്കിലും നോട്ട്സ് കംപ്ലീറ്റ് ആവാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കംപ്ലീറ്റ് ചെയ്തവര് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ നോട്ട്സിൽ എന്തെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കംപ്ലീറ്റ് ആക്കണേ.
ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 33 ആണോ, ചാപ്റ്ററിന്റെ മീൻസ് അത് കറക്റ്റ് ആയിട്ട് അറിയില്ല, 33 ആണോ 34 ആണോ എന്ന് അറിയില്ല. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത ദിവസം എന്തായാലും മൺഡേ അല്ലേ? 35. ഓക്കെ, അപ്പോ 35 എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞൊരു പുതിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, നോട്ട്സ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്സ് ഇനി ഒന്ന് കംപ്ലീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ഇനി പുതിയ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ട് ചെയ്യുന്നത് അല്ലെ. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിക്കില്ലേ, അപ്പൊ അതിൽ പഠിക്കുന്ന കുറച്ച് സഫിക്സും പ്രിഫിക്സും ഇങ്ങനെയുള്ള വേർഡ്സും പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ഫോമുകൾ അതിനെ കുറിച്ചൊക്കെ ഒരു ചാപ്റ്റർ ആണ്. അതധികം എക്സ്പ്ലനേഷൻ ഒന്നും വരാനില്ല, ജസ്റ്റ് വായിച്ചു പോകാനുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ടേബിള് പഠിക്കണമെന്നോ? ഏത് ടേബിളാണ് ചോദിച്ചത്? കണ്ടെയ്നറിന്റെ ഈ ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, കാറ്റഗറി ടേബിൾ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 10 പഠിച്ചു കഴിഞ്ഞില്ലേ? പുതിയ ചാപ്റ്റർ ആണ് പറഞ്ഞത്. 35 ആണോ? 35 ആണ് മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് വരാം. മാം, ആ ടേബിൾ മൊത്തം പഠിക്കാനാണോ എന്നാ ഉദ്ദേശിച്ചത്? ഏതാണ് ചാപ്റ്റർ ആണോ? ഈ ചാപ്റ്ററിലാണോ ചോദിച്ചത് അല്ലെങ്കിൽ പുതിയ ചാപ്റ്ററിന്റെയോ? ഏതാ ചോദിച്ചത്? പുതിയ ചാപ്റ്ററിന്റെ മെഡിക്കൽ ടെർമിനോളജി ചാപ്റ്റർ നോക്കിയായിരുന്നോ നിങ്ങള്? നോക്കിയോ? ഓക്കെ, പറയൂ. പുതിയ ചാപ്റ്റർ ആണോ ചോദിച്ചത് എല്ലാം പഠിക്കണമെന്ന്? അതെ അതെ, കൊറേ ടേബിൾ ആണല്ലോ ചാപ്റ്റർ മൊത്തം. അതെ അതെ, മെഡിക്കൽ ടെർമിനോളജി അല്ലേ, കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. ലെങ്തി എന്ന് പറയുന്നത് അത് വേറൊന്നുമില്ല, പ്രിഫിക്സും സഫിക്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് അബ്രിവേഷൻസും ഒക്കെ ഉള്ളു പഠിക്കാം. ഞാൻ പറഞ്ഞത് അത് നമുക്ക് ഇതുപോലെ ഇപ്പൊ എക്സാമ്പിൾ ഇട്ട് പറയാനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ഇട്ട് പറയാൻ പറ്റിയ ഒരു ചാപ്റ്റർ അല്ല അത്. കുഴപ്പമില്ല, എല്ലാം ഒന്നും പഠിക്കണ്ട. അത്യാവശ്യം ഏതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു തരാം, അപ്പൊ അതനുസരിച്ചിട്ട് പഠിച്ചാൽ മതി കേട്ടോ. എല്ലാം നമുക്ക് പഠിക്കുന്നത് സാധ്യമായ ഒരു കാര്യമല്ലല്ലോ അല്ലെ. നോക്കുമ്പോ നിങ്ങൾക്ക് തോന്നും കുറച്ച് പോയിന്റ് തോന്നുന്നു പ്രിഫിക്സ് തന്നെ ഒരു 120 130 പ്രിഫിക്സ് ഉണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യമുണ്ട് അതിനകത്ത്. എല്ലാം ഒന്നും പഠിക്കണ്ട, ഏതൊക്കെ പഠിക്കണം, എക്സാമിന് പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ള രീതിയിലുള്ളത് ഏതൊക്കെയാണോ അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരാം എടുക്കുന്നു കേട്ടോ. എനിക്കറിയാം നിങ്ങൾ നോക്കിയപ്പോ ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ഇംഗ്ലീഷ് ഗ്രാമർ ആണോ മാറിപ്പോലെന്ന് നമുക്ക് തോന്നിയോ നോക്കിയപ്പോ? കുഴപ്പമില്ല, അത്യാവശ്യം ഒക്കെ മനസ്സിലാവുന്നുണ്ട്. കൊറേ സിമ്പിൾസ് അല്ലേ വരുന്നത്. സിമ്പിൾസ് ഉണ്ട്, കുറച്ച് മെഡിക്കൽ ടേമുകൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രിഫിക്സുകളും സഫിക്സുകളും. മീൻസ് നമ്മൾ ഗ്രാമറ്റിക്കലി പഠിക്കുന്ന ആ ഒരു ഇതൊക്കെ തന്നെയാണ്. എല്ലാം ഒന്നും പഠിക്കണ്ട, കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്തി തരും, അതനുസരിച്ച് നിങ്ങൾ പഠിക്കാം. ഓക്കെ, എല്ലാം പഠിക്കല് നടക്കുന്ന കാര്യമില്ലല്ലോ എല്ലാവർക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അത്യാവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നേരത്തെ മുൻകൂട്ടി ഞാൻ പറഞ്ഞതാണ് ഏത് ചാപ്റ്റർ ആണെന്ന്. അപ്പോ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ബയോമെഡിക്കൽ വേസ്റ്റ് നിങ്ങൾ പറഞ്ഞു, സ്പില്ലേജ് വേസ്റ്റ് കുറച്ച് ശരണ്യാംസ് എടുത്തിട്ടുണ്ടത് അല്ലേ, ആണോ? സ്പില്ലേജ് വേസ്റ്റ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ആയിരിക്കും സ്പില്ലേജ് വേസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഏകദേശം പകുതിയെങ്കിലും എടുത്തോ ആ ചാപ്റ്റർ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ടീച്ചർ? അതിലൊരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, മെർക്കുറി ഒക്കെ കഴിഞ്ഞിട്ടില്ലേ, അത് വരെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ എനിക്ക് ഞാനായിരിക്കും എടുക്കുന്നത്. നമുക്കൊരു ബയോമെഡിക്കൽ വേസ്റ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ ഇത് വീണ്ടും നിങ്ങൾ ആ അടുത്ത വേസ്റ്റ് കൊണ്ടുവന്ന് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ ടെർമിനോളജിയിലേക്ക് പോവാൻ പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സ്പില്ലേജ് എടുക്കാം. ഓക്കെ, ഒരേ സെയിം ഇത് തന്നെയാകുമ്പോ നമുക്ക് ഭയങ്കര ബോറിംഗ് വരില്ലേ, അതുകൊണ്ടാണ് ടെർമിനോളജി പറഞ്ഞത്. മാം, അതൊന്ന് ഫസ്റ്റ് റിവേഴ്സ് ചെയ്ത് തരാമോ? കൊറേ ആയിണ്, മെസ്സാകെ 3 ക്ലാസ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ, പിന്നെ കൊറേ ആയിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിട്ട്.
സിക്സ്ത്തിന്റെ ആണോ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ആണോ? അല്ല, സ്പില്ലേജ് വേസ്റ്റിന്റെ ശരണ മാം എടുത്തു. അത് സ്റ്റാർട്ടിംഗ് കോഡിന് ഞാൻ എടുത്തു തരാം കേട്ടോ. സ്റ്റാർട്ടിംഗ് കോഡിന് തുടങ്ങുള്ളൂ എന്തായാലും കേട്ടോ. കണ്ടിന്യൂഷൻ അല്ല, സ്റ്റാർട്ടിംഗ് കോഡിന് ജസ്റ്റ് പറഞ്ഞുതരാം. എല്ലാവർക്കും കുറച്ചായല്ലോ, പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. താങ്ക് യു മാം. Thank you, Miss.